പഴയ വാഷിംഗ് മെഷീൻ ഒക്കെ എടുത്ത് കളയാൻ സമയമായി. ഇതാണ് ഇനി ട്രെൻഡിങ്. വില കുറച്ച് കൂടുതലാണെങ്കിലും ആള് പുലിയ. ഇത് നമ്മൾ ബേസിക്കലി പറയുന്നത് വാഷിംഗ് മെഷീൻ അല്ല, വാഷ് ടവർ എന്നാ പറയുന്നത്. ബേസിക്കലി നമ്മൾ അത് ഉദ്ദേശിക്കുന്നത് ഒരു 13 കിലോയുടെ വാഷിംഗ് മെഷീൻ പ്ലസ് 10 കിലോയുടെ ഒരു ഡ്രയർ. ഡ്രയർ ഇൻ സെൻസ് നമുക്ക് 100% ഡ്രയർ അല്ല. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 10 കിലോ നിങ്ങൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 10 കിലോ തുണി ജസ്റ്റ് 1 അവർ കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിക്ക് ഡാമേജ് ഉണ്ടാവില്ല. കപ്പാസിറ്റി വരുന്നത് 13 കിലോ വാഷിംഗ് മെഷീൻ. പക്ഷെ നമുക്ക് 3 കിലോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് 1 അവർ കൊണ്ട് ഇത് വാഷ് ചെയ്ത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ കറണ്ട് കൺസപ്ഷൻ ആണ്. സാധാരണ ഡ്രയറിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞൊരു മോഡലാണ്. പിന്നെ അത് ഉപയോഗിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട്. നമുക്ക് സാധാരണ നമുക്ക് വെന്റർ ടൈപ്പ് ഡ്രയർ അല്ലെങ്കിൽ കണ്ടൻസർ ടൈപ്പ് ഡ്രയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർ സക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് ചിലപ്പോൾ നമുക്ക് തുണികൾക്ക് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻവെർട്ടർ ഹീറ്റ് പമ്പ് ആണ്. ഏറ്റവും കുറഞ്ഞ കറണ്ടിൽ നമുക്ക് ഈ ഒരു ഡ്രയർ നമുക്ക് തുണി ഡ്രൈ ആക്കി.